ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുനാഫ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതേപോലത്തെ ഒരു വെർമിസെല്ലി എടുക്കണം. റോസ്റ്റഡ് വെർമിസെല്ലിയാണിത്. 150 ഗ്രാമിൻ്റെ 2 പാക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് 150 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. ഇതേപോലത്തെ ഒരു പാക്കും കൂടെ എടുക്കുന്നുണ്ട്. അതിനുശേഷം കൈവച്ച് ചെറിയ ചെറിയ പീസാകുന്നത് വരെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ സേമിയ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതേ അളവിൽ തന്നെ 4 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നട്ട്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആൽമണ്ട്സും പിസ്തയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, ആൽമണ്ട്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിസ്തയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ട്രേയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ട്രേയോ എടുത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയയിൽ നിന്ന് പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവി വെച്ചിട്ടോ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ വരുന്നത്. ഇപ്പോൾ സേമിയയുടെ ആ ഫസ്റ്റ് ലെയർ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി സെക്കൻഡ് ലെയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് പാലിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലിൽ നിന്നാണ് 1/2 ഗ്ലാസ് പാല് മാറ്റിയതിന് ശേഷം അതിലേക്ക് കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലോറും മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ടിന്ന് കണ്ടൻസ് മിൽക്ക് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 370 ഗ്രാമിൻ്റെ ടിന്നാണ്. അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഒഴിച്ചിട്ട് മുഴുവനായിട്ട് ആ ടിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയാവും. കാരണം ഇതിലേക്ക് കോൺഫ്ലവറും ഉണ്ട് കസ്റ്റാർഡും ഉണ്ട്.
അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. കാരണം നമ്മൾ ഇത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ടെക്സ്ചറായിട്ട് വന്നോളും. ഏകദേശം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറി ഏകദേശം ഒരു കട്ടിയാവുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സേമിയയുടെ മിക്സ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പുഡിങ് ട്രേ. അതിന് മുകളിലേക്ക് കസ്റ്റാർഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടും. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും ഒരു സ്പൂണ് വെച്ചിട്ടോ സ്പാറ്റില വെച്ചിട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈവനായിട്ട്. അതിനുശേഷം വീണ്ടും സേമിയയുടെ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മിക്സ് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മുടെ കസ്റ്റാർഡ് മിക്സ് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 4 സൈഡിലായിട്ട് നമുക്ക് സേമിയയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നടുക്ക് ഞാൻ നട്ട്സ് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഗാർണിഷൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ കവർ ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം സേവ് ചെയ്യാൻ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.